future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിപ്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊമാക്കിയുടെ ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും ആവശ്യമില്ലാത്ത ബൈക്ക് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനമാണ്. കൊമാക്കിയുടെ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമായിട്ടുള്ള രണ്ട് വാഹനങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ടോപ്പ് മോഡലായിട്ടുള്ള M5 സ്പോർട്ട്. അപ്പോൾ ആ വാഹനത്തിൻ്റെ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ വാഹനമായ M5 വിക്കോയും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും ആവശ്യമില്ലാത്ത ബൈക്ക് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വ്യത്യസ്തമായ ഒരു ഇലക്ട്രിക് വാഹനത്തെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ വഴിയോര കച്ചവടക്കാരെല്ലാം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ TVSൻ്റെ ലൂണ എന്ന് പറയുന്ന വാഹനമായിരിക്കും. അതായത് ചെറിയ കച്ചവടക്കാർ, മീൻ കച്ചവടം ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം ഈ വാഹനങ്ങളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ പെട്രോൾ വാഹനത്തിന് ഒരു പകരക്കാരനായിട്ടാണ് കൊമാക്കിയുടെ ഈ വാഹനം വന്നിരിക്കുന്നത്. ഇതുപോലുള്ള വാഹനങ്ങൾ ഇതിനേക്കാൾ മുമ്പ് തന്നെ കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലും പല ബ്രാൻഡുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതുവരെ ഈ വാഹനം ഒരു ബ്രാൻഡുകളും അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ കൊമാക്കിയാണ് ആദ്യമായി ഈ വാഹനം കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഷോറൂമിലേക്ക് പോയി ആ വാഹനത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാം. കൊമാക്കിയുടെ രജിസ്ട്രേഷൻ ലൈസൻസ് ഇല്ലാത്ത ഒരു കാറ്റഗറി പെടുന്നൊരു മോഡലാണ് XCT കാറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ലോഡ്, ഈ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിലെ സപ്ലൈ കാര്യങ്ങൾ ഇച്ചിരി ലോഡൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടി ബെറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണിത്. ഇതിൻ്റെ വെയ്റ്റിംഗ് കപ്പാസിറ്റി കറക്റ്റ് കമ്പനി പറയുന്നത് 350 കിലോയാണ്. എന്നാൽ നമുക്കൊരു 300 കിലോയോളം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ബാക്കിൽ 90-12 ടയർ അവർ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോളിക്കിൻ്റെ ഷോക്ക് അബ്സർവ് ഒരു സൈഡിൽ മാത്രം ബാക്കിൽ 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്, ടോട്ടലി 6 എണ്ണം. പിന്നെ ഈ ഒരു സ്പേസ് നല്ല രീതിയിൽ അവർ നൽകിയിട്ടുണ്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി. ഫ്രണ്ട് ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 90-12 ടയർ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ടിലും അവർ നല്ലൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് ഈ ഭാഗത്താണ്. പിന്നെ മേളിൽ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഈ സീറ്റ് ഇങ്ങനെ വൈഡ് ചെയ്തുകൊണ്ട് ലോഡ് എടുക്കാനുള്ളൊരു രീതിയും, നേരെ മറിച്ച് നമുക്കൊരു ബാക്കിൽ ഒരാളെ ഇരിക്കണമെങ്കിൽ അതിനും വേണ്ടിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. മോഡലിൻ്റെ പേര് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, XCT കാറ്റ് 2.0 എന്നുള്ളതിൻ്റെ. പിന്നെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഒരു ഫുഡും ഒക്കെ അത്യാവശ്യം നല്ല ലോഡും കൊണ്ടുപോകാനുള്ളൊരു രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഈ പൊസിഷനിലാണ് അവർ സീറ്റിൻ്റെ ഒരു ചെറിയൊരു ബോക്സിൻ്റെ ഭാഗം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് നമുക്ക് MCB സ്വിച്ച് വരുന്നത്. ഇതിൻ്റെ അകത്താണ് സീറ്റിൻ്റെ ഓപ്ഷൻ. ചെറിയ നമുക്കൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഇവിടെ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫുഡ് റെസ്റ്റ് ഈ സൈഡിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക്
നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യുന്ന ടൈപ്പിൽ അവർ ചെയ്തിട്ടുണ്ട്. ഹെവി മെറ്റൽ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു സാധനമൊക്കെ കെട്ടി കൊണ്ടുപോകാനും നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലെവലിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാർജ് ചെയ്യുന്ന സോക്കറ്റ് ഇവിടെയാണ്, ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ പൊസിഷൻ ബാറ്ററി ബോക്സിൻ്റെ ഈ സൈഡിൽ വരുന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ അവർ കവർ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഈ ഒരു മെറ്റൽ ഇച്ചിരി ഹെവി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹെവി ബോക്സ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ലോഡൊക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കും അവർ കുറച്ചുകൂടെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിച്ചസൊക്കെ നമ്മൾ M5 കണ്ടതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള സ്വിച്ചസൊക്കെയാണ്. ടോർക്ക്, ഹെഡ്ലൈറ്റിൻ്റെത്, പാർക്കിങ്, പിന്നെ ഹോണ്, റിവേഴ്സ്, ഇൻഡിക്കേറ്റർ, ഡിം ആൻഡ് ബ്രൈറ്റ് എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ വരുമ്പോൾ നല്ലൊരു മറ്റു വണ്ടികളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ അവരൊരു കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ വോൾട്ട്, കിലോമീറ്റർ, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളത് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്തും കീഴിലും അവർ ഈ ഒരു ആൻറ്റി തെഫ്റ്റ് അലാറത്തിൻ്റെ പൊസിഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. കീലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു ടോർക്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്, സ്പീഡ് ടോർക്ക്. ഫസ്റ്റ് മോഡിൻ്റെ അകത്ത് നമുക്കൊരു 35-30 സ്പീഡിൻ്റെ അകത്ത് നമുക്ക് 80 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. സെക്കൻഡിലാകുമ്പോൾ നമുക്കൊരു 45-40 സ്പീഡിൻ്റെ അകത്ത് ഒരു 75-60 ആ ലെവലിലോട്ടുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. തേർഡിലോട്ട് പോകുമ്പോഴേക്കും നമുക്കൊരു 45-50 സ്പീഡ് കിട്ടുന്നുണ്ട്. വെയിറ്റ് ഇത്രയും ലോഡ് വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു മൈലേജിൽ ഒരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. XT ക്യാറ്റിന് നമുക്ക് എക്സ്ഷോറൂം റേറ്റ് 97,000 രൂപ വരുന്നുണ്ട്. ഓൺ റോഡ് വേറെ രജിസ്ട്രേഷനോ മോഡൽസോ അതിൻ്റെ ഒരു ഇതും വരുന്നില്ല. അപ്പം നമുക്കൊരു പേയ്മെൻറ്റ് അടച്ചാൽ കസ്റ്റമറിന് ഒരു 2 മണിക്കൂറിനകം വെച്ച് നമുക്ക് ഡെലിവറി തരാൻ പറ്റും. ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച വാഹനമായതുകൊണ്ട് തന്നെ സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ കണ്ടുവരാറുള്ള ഫൈബർ ബോഡികൾ ഒഴിവാക്കി പൂർണ്ണമായും മെറ്റൽ നിർമ്മിച്ച ഒരു വാഹനമെന്ന് വേണമെങ്കിൽ പറയാം. മുൻഭാഗത്തായി ടെലിസ്കോപ്പിക് സസ്പെൻഷനും അലോയ് വീൽസോട് കൂടിയ ട്യൂബ്ലെസ് ടയർസും ഡിസ്ക് ബ്രേക്കുമാണ് നൽകിയിരിക്കുന്നത്. മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ ഫൈബർ മൾഗാർഡുകൾ ഒഴിവാക്കി പൂർണ്ണമായും മെറ്റൽ ക്രോമിയം ഫിനിഷോട് കൂടിയ ഒരു മൾഗാർഡാണ് നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ ബോഡി ഡിസൈനോട് ചേരുന്ന രീതിയിലുള്ള ഒരു ക്രാഷ് ഗാർഡാണ് നൽകിയിരിക്കുന്നത്. മുന്നിൽ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ആവശ്യാനുസരണം ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള ഫുഡ് റെസ്റ്റുകളാണ് മുന്നിൽ നൽകിയിരിക്കുന്നത്. എടുത്തു പറയത്തക്ക പ്രത്യേകതയായി തോന്നിയത് ഇതിന് റൈറ്റ് സൈഡിലും സൈഡ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. റബ്ബർ ഗ്രിപ്പോട് കൂടിയ ഫുഡ് റെസ്റ്റ് ആണ് പിന്നിൽ നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ ഇരുവശങ്ങളിലുമായി ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള എക്സ്ട്രാ ലോഡ് ക്യാരിയിങ് സ്പേസ് നൽകിയിരിക്കുന്നു. ക്യാറ്റിൻ്റെ ബാക്ക് സൈഡ് സീറ്റ് വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലേക്കും ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാവുന്ന രീതിയിൽ ക്യാറ്റിനെ നമുക്ക് മാറ്റാൻ കഴിയും. നല്ല രീതിയിൽ തന്നെ ഹെവി ലോഡ് ക്യാരി ചെയ്യുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സ് രൂപത്തിലുള്ള LED ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സുമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായി ഒരു ചെറിയ മഡ് ഫ്ലാപ്പും ഘടിപ്പിച്ചിരിക്കുന്നു. ഡിസ്ക് ബ്രേക്കോട് കൂടിയ 72 വോൾട്ടിൻ്റെ ഹം മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെയാണ് പിൻഭാഗത്തും യൂസ് ചെയ്തിരിക്കുന്നത്. പിറകിലെ സിങ്യാമിന് ഇരുവശങ്ങളിലുമായി 3-6 ഹൈഡ്രോളിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഭാഗത്തായി ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാസ്ക്കറ്റാണ് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായി ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ക്രമീകരിച്ചിരിക്കുന്നു. മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു കളർ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. സ്വിച്ചുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു റിവേഴ്സ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇത്രയും ലോഡ് ക്യാരി ചെയ്യുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ ലോഡ് കയറ്റിയതിന് ശേഷം വാഹനം പുറകിലേക്ക് എടുക്കുക എന്നുള്ളത് ഒരു ആയാസകരമായ ജോലിയാണ്. അപ്പോൾ അതിന് ഹെൽപ്പാവുന്ന രീതിയിലാണ് ഇതിൻ്റെ റിവേഴ്സ് സ്വിച്ച് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയാണ് ഹോണിൻ്റെ ബട്ടൺ ക്രമീകരിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 1, 2, 3 എന്ന മോഡ് സെലക്ഷൻ സ്വിച്ച് നൽകിയിരിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സർവീസ് ബട്ടൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ കാറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചിലർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ വാഹന രംഗത്തെ പുതിയ അപ്ഡേറ്റുമായി ഞാൻ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ന്യൂസുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് വിപിൻ വി സൈനിങ് ഓഫ് ഫ്രം വിപ്ട്രോണിക്സ്.